നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നാറുണ്ടോ? ഒരു റിപ്ലൈക്ക് വേണ്ടി മണിക്കൂറുകളോളം ഫോണിലേക്ക് നോക്കിയിരുന്നിട്ടും അവസാനം നിരാശ മാത്രം ബാക്കിയാകുമ്പോൾ ഉള്ളിൽ തോന്നുന്ന ആ ഒരു വേദനയുണ്ടല്ലോ, അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. 80% ആളുകളും ജീവിതത്തിൽ ഒരിക്കലും കടന്നു പോകുന്ന ഒരു കഠിനമായ അവസ്ഥയാണിത്. അത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. 80% ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകുന്ന ഒരു കഠിനമായ അവസ്ഥയാണിത്. നിങ്ങളെ ആരെങ്കിലും ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ വില കുറഞ്ഞു എന്നല്ല, മറിച്ച് നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ എവിടെയോ ഒരു മാറ്റം വരുത്താനുണ്ട് എന്നാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം എന്ന് ഞാൻ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം മറ്റുള്ളവരുടെ അവഗണന കാരണം ഉള്ളിൽ നീറിപ്പുകഞ്ഞ് സ്വന്തം ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ജീവിക്കാൻ ഉള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നവരുടെ പിന്നാലെ നടന്ന് സ്വയം വില കളയുന്നത് എങ്ങനെ ഇപ്പം തന്നെ അവസാനിപ്പിക്കാമെന്നും നിങ്ങളുടെ നഷ്ടപ്പെട്ട ആത്മാഭിമാനം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളെ ഇത്രനാൾ ഇഗ്നോർ ചെയ്തവർ പോലും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാനുള്ള 3 പവർഫുൾ തന്ത്രങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങളുടെ മാനസിക സമാധാനം തിരിച്ചു തരിക. ആ മാന്ത്രിക ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ യഥാർത്ഥ കാരണം മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർ ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും മാനസിക വിഷമം മാനസിക വിഷമം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ പണ്ടുകാലം മുതലേ ഒരു സോഷ്യൽ ആനിമലാണ്. അതായത് ഒരു കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവി. പണ്ട് കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് കൂട്ടത്തിൽ നിന്നും ഒരാളെ പുറത്താക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അതിനർത്ഥം അയാൾക്ക് മൃഗങ്ങളെ ആക്രമണത്തിൽ മരണം സംഭവിക്കാം എന്നാണ്. അതുകൊണ്ട് തന്നെ അവഗണന എന്നത് നമ്മുടെ മസ്തിഷ്കം ഒരു മരണഭയത്തിന് തുല്യമായാണ് ഇന്നും കാണുന്നത്. അതുകൊണ്ടാണ് ആരെങ്കിലും ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് നെഞ്ചിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ വേദനിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങളൊരു കടയിൽ ചെന്ന് ഒരു സാധനം ചോദിക്കുന്നു. ആ കടക്കാരൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യാതെ അടുത്ത ആളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ദേഷ്യവും അപമാനവും ഒക്കെ തോന്നും അല്ലേ? നിങ്ങൾ ഉടനെ ആ കടയിൽ നിന്നിറങ്ങിപ്പോവും. കാരണം അവിടെ നിങ്ങളുടെ പണത്തിനും നിങ്ങൾക്കും വിലയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ഇത് ചെയ്യാറില്ല. നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന കടയിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കയറി ചെല്ലും. അവരോട് തന്നെ സാധനങ്ങൾക്ക് വേണ്ടി യാചിക്കും. ഇതാണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ്. അവഗണന നേരിടുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന 3 തെറ്റുകളുണ്ട്. ഒന്ന്, ഓവർ തിങ്ക്. ഞാൻ ചെയ്തത് എന്തെങ്കിലും തെറ്റാണോ എന്ന് ആലോചിച്ച് സ്വയം കുറ്റപ്പെടുത്തുക. യാചിക്കുക. എന്താണ് റിപ്ലൈ തരാത്തത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ച് നിരന്തരം മെസ്സേജ് അയക്കുക. 3, ദേഷ്യപ്പെടുക. ഫോൺ വിളിച്ച് വഴക്കിടുക. ഓർക്കുക, നിങ്ങൾ എത്രത്തോളം അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി യാചിക്കുന്നുവോ അത്രത്തോളം അവരുടെ കണ്ണിൽ നിങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ കാതലായ പരിഹാരത്തിലേക്ക് കടക്കുകയാണ്. ഇനി പറയുന്ന 3 പവർഫുൾ റൂളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് പ്രാവർത്തികമാക്കുക. ഒന്നാമത്തെ പോയിന്റ്, നോ കോണ്ടാക്ട്സ് റൂൾ നടപ്പിലാക്കുക. നിങ്ങൾ ഒരാളെ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണെന്ന് മനസ്സിലായാൽ അപ്പം തന്നെ അവരുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും നിർത്തുക. മെസ്സേജുകളോ ഫോൺ കോളുകളോ സോഷ്യൽ മീഡിയയിലെ ലൈക്കുകളോ ഒന്നും പാടില്ല. എന്തുകൊണ്ട് പ്രധാനമാണ് നിങ്ങൾ എപ്പോഴും ലഭ്യമാണ് എന്ന്, ഓൾവേസ് അവൈലബിൾ എന്ന് തോന്നുമ്പോഴാണ് ആളുകൾക്ക് നിങ്ങളുടെ വില ഇല്ലാതാവുന്നത്. നിങ്ങൾ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ നിന്നും അപ്രതീക്ഷമാകുമ്പോൾ നിങ്ങളുടെ അഭാവം അവർ ശ്രദ്ധിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ എന്നും കാണുന്ന ഒരു കാഴ്ച പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ലേ? അതുപോലെ നിങ്ങളുടെ മെസ്സേജുകൾ പെട്ടെന്ന് നിൽക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ എന്താ പറ്റിയത് എന്ന ചിന്ത അവരുടെ മനസ്സിൽ വരും. അവഗണനയ്ക്ക് തിരിച്ച് നിശബ്ദത കൊണ്ട് മറുപടി നൽകുക. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാം? സ്വയം മെച്ചപ്പെടുത്തുക. തിരക്കുള്ളവരാവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ഫോക്കസ് ചെയ്ത് അവരിൽ നിന്നും മാറി നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരിക. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഹോബികൾ എന്നിവയിലേക്ക് ശ്രദ്ധ തിരിക്കുക. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ് എന്നറിയോ? നിങ്ങൾ മറ്റൊരാളുടെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. പകരം നിങ്ങൾ സ്വന്തം ലൈഫിൽ ബിസിയാകുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അവഗണനയെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം.
ഒരു മുറിയിൽ ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്തിരിക്കുമ്പോൾ നമ്മൾ ആ ഇരുട്ടിനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. എന്നാൽ നമ്മൾ എഴുന്നേറ്റ് ജനൽ തുറന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങിയാൽ ഇരുട്ടിൻ്റെ കാര്യം മറക്കും. നിങ്ങളുടെ ലോകം ആ ഒരൊറ്റ വ്യക്തിയിൽ മാത്രം ഒതുങ്ങരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, ജിമ്മിൽ പോകുക, നിങ്ങളുടെ ചാനലിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ വളരുന്നത് കാണുമ്പോൾ ഇഗ്നോർ ചെയ്യുന്നവർക്ക് തോന്നും അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു സാധാരണക്കാരനെയല്ല, ഒരു വിലപ്പെട്ട വ്യക്തിയെയാണെന്ന് അവർക്ക് തോന്നും. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വൈകാരികമായ അകലം പാലിക്കുക. നിങ്ങളെ ആരെങ്കിലും ഇഗ്നോർ ചെയ്താൽ അതിനെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. അവരുടെ അവഗണന അവരുടെ സ്വഭാവത്തിൻ്റെതായി അവരുടെ സാഹചര്യങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ കുറവല്ല എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായി പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ സന്തോഷത്തിലോ കോളിലോ ആണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങൾ അവരുടെ കൈകളിൽ കൊടുക്കാതിരിക്കുകയാണ്. അവരെ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. വഴിയിൽ പോകുന്ന ആരോ ഒരാൾ നിങ്ങളെ നോക്കി ചീത്ത വിളിച്ചാൽ നിങ്ങൾ വിഷമിക്കാറുണ്ടോ? ഇല്ല. കാരണം അയാൾക്ക് ഭ്രാന്താണെന്ന് നമ്മൾ കരുതും. അതുപോലെ നിങ്ങളെ വിലമതിക്കാത്ത അറിയാത്ത ആളുകളുടെ അവഗണനയും വെറുമൊരു ബഹളമായി മാത്രം കാണുക. കൂളായി ഇരിക്കുക, പുഞ്ചിരിയോടെ നിങ്ങളുടെ വഴിക്ക് പോകുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലുടൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇപ്പം തന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുക. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആ വ്യക്തിയുടെ ചാറ്റ് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ബാക്ക് അടിക്കുക. ഇനി ഒരു കാരണവശാലും അവർക്ക് ആദ്യമൊരു മെസ്സേജോ കോളോ ഇന്ന് അയക്കില്ല എന്ന് സ്വയം ഉറപ്പിച്ച് പറയുക. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളുടെ സങ്കടം നിറഞ്ഞ കോട്ടുകൾ ഇടുന്നത് അപ്പം തന്നെ നിർത്തുക. നിങ്ങൾ സന്തുഷ്ടനാണെന്ന് ലോകം കാണട്ടെ. ഓർക്കുക, നിങ്ങളെ ആഗ്രഹിക്കാത്ത ഒരിടത്തും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം കളയാതിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വില തരുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാകുമെന്ന് മാത്രമല്ല, നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ വില മനസ്സിലാക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറ്റാൻ സഹായിക്കുന്ന ഇതുപോലുള്ള കൂടുതൽ പവർഫുൾ വീഡിയോകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.